5 കൊല്ലം റെഗുലറായിട്ട് കുട്ടികൾക്ക് തുള്ളിമരുന്ന് പോളിയോ കൊടുക്കാമെങ്കിൽ 25% ഞാൻ കുറച്ചു തന്നില്ലേ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ വീഡിയോ. ബിൽഗേറ്റ്സ് ആണ് ഇവിടെ പോളിയോ കൊടുക്കുന്നത്, ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ആള്. ഇന്ത്യയിലുള്ള പാക്കിങ്ങേ ഉള്ളൂ, അതിന്റെ കണ്ടന്റ് പോലും ആർക്കും അറിയില്ല. ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ്, ബാക്കിയുള്ള ഞാൻ പറയാനില്ല. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഈ പോളിയോയുടെ മരുന്നിന് DHS തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഞാൻ ലെറ്റർ അയച്ചു കൊടുത്തതിന്റെ മറുപടി പിടിപ്പുണ്ട്. കാണുമാർക്കെങ്കിലും എന്താ പറഞ്ഞതെന്നറിയാം? ഗവൺമെന്റുമായിട്ട് പോളിയോയ്ക്ക് ഒരു ബന്ധമില്ലെന്ന്. വേണോ നിങ്ങൾക്ക് പേപ്പർ? കോപ്പി തരാം, എടുത്തു വെച്ചോളൂ. അന്ധമായി എന്തൊക്കെയോ എവിടേക്കോ നമ്മൾ കിടന്ന് ഇത് കൂടുന്നു. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നിർബന്ധിച്ച് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണോ? ശരിയല്ല. പോളിയോ തുള്ളിമരുന്ന് നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്റെ കുഞ്ഞിന് തുള്ളിമരുന്ന് കൊടുക്കാതിരുന്നാൽ എനിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാകുമോ? ഇല്ല. എന്റെ കുഞ്ഞിന് തുള്ളിമരുന്ന് കൊടുക്കണ്ട എന്ന് ഞാൻ വാക്കാൽ പറഞ്ഞാൽ മതിയോ, അതോ രേഖാമൂലം എഴുതി അറിയിക്കേണ്ടതുണ്ടോ? വാക്കാൽ പറഞ്ഞാൽ മതി. എന്നാ പിടിച്ചോ. വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യ ഡയറക്ടർ കൊടുത്താണ്. ഇനി ഇതിന്റെ ബാക്കിയുള്ളതെങ്കിലും കണ്ടാലുണ്ടല്ലോ, അതിവിടെ പറയാൻ പറ്റില്ല. രഹസ്യമായിട്ട് എന്റെ നെറ്റിൽ കയറിയിട്ട് സൈറ്റിൽ കയറിക്കോ, അവിടെ കാണാം. ഇത് നമ്മൾ ഒരുപാട് ചതുക്കുഴിവില്ലാത്ത കിടക്കണേ. ഇതെല്ലാം ജനസംഖ്യയെ നിയന്ത്രിക്കണം. ജനസംഖ്യ കുറച്ചേ പറ്റുള്ളൂ. അതിന് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്യാൻസറും ബ്ലോക്കും സോറിയാസിസും എന്തെല്ലാം രോഗങ്ങൾ മാർക്കറ്റിൽ കിടന്ന് നമ്മളെ കൊണ്ട് പൊറുതി മുട്ടിക്കുന്നു. ഈ പോളിയോടെ പുറകെ മാത്രം എന്താ നടക്കണേ? ബാക്കി എന്തെല്ലാം പ്രചരണം കിടക്കണു? അതിന്റെ ഒന്നും പറയുവാൻ ആൾക്കാർക്ക് സമയമില്ല. നിങ്ങൾ കോമൺ സെൻസോട് കൂടി ഒന്ന് ചിന്തിക്കും. ഇനി നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തേക്കുന്ന, ആദ്യം ഇത് വീട്ടിൽ ചെന്നാ പറഞ്ഞ് മാറ്റേണ്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. ആദ്യം ഈ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ഈ ടൂത്ത് പേസ്റ്റ് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസോ അതിന്റെ വാണിങ്ങോ വായിച്ചിട്ടുണ്ടോ? ഒന്നും വായിച്ചില്ല. ഇതിനകത്ത് ഏറ്റവും രസം, ഇത് ആംബേടെയാണ്. ആംബേയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്ന് അറിയാലോ. അവരിതിനകത്ത് കൃത്യമായി അവർ എഴുതിയിട്ടുണ്ട്, ഇത് പല്ല് തേക്കുമ്പോൾ വായിൽ പോകരുത്, ഉള്ളിൽ പോകരുത്. ഇതുള്ളിൽ പോയാൽ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് പോയിസൺ കൺട്രോൾ റൂം. പോയിസൺ കൺട്രോൾ റൂമിലാണ് ഇവർ അറിയിക്കുന്നത്, ഡോക്ടറെ അടുത്തുമല്ല. അത്രയും മാരകമാണ് ഈ സാധനം. ഇത് 150, 160, 200 രൂപയ്ക്ക് മേടിച്ച് നമ്മൾ ഏറ്റവും ടോപ്പാണ് വേണ്ടി തേക്കുന്നത്. ഇത് പേസ്റ്റ്. നിങ്ങളിപ്പോ ഈയിടയ്ക്ക് വന്ന ഇത് കണ്ട പത്ര റിപ്പോർട്ട് കണ്ടായിരുന്നോ? മൗത്ത് ക്യാൻസറിന്റെ മെയിൻ കാരണം പേസ്റ്റുകളാണ്. ഈയിടയ്ക്ക് വന്നത് ഔദ്യോഗിക, നിങ്ങളൊന്നും വായിക്കില്ല, കാരണം അതൊക്കെ വായിക്കാൻ സമയമെടുക്കുന്നു. ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ മാതാപിതാക്കൾ മുമ്പിൽ നിൽക്കണം. ഡു നോട്ട് സോളോ, വിഴുങ്ങരുത്. ഒള്ളി എ പീ സൈസ് എമൗണ്ട് എടുക്കാവൂ, ഒരു പയറുമണിയിൽ എത്ര എടുക്കാവൂ. ഡു നോട്ട് സോളോ, വിഴുങ്ങരുത്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കേൾക്കണ്ടേ, അതാ വായിക്കണേ. അതൊക്കെ ഒന്ന് വല്ലപ്പോഴൊന്ന് വായിക്കണം. ഇൻഗ്രീഡിയൻസ്: കാൽസ്യം കാർബണേറ്റ്, എന്തുവാണ്? കുമ്മായം. സിലിക്ക, പാറപ്പൊടി. സോഡിയം ലിനൽ സൾഫേറ്റ്, സൾഫൂരിക് ആസിഡിന്റെ സ്ലറി. ടൈറ്റാനിയം ഡയോക്സൈഡ്, സിലിക്ക. ടൈറ്റാനിയം ഡയോക്സൈഡ് എവിടെ ഉപയോഗിക്കുന്നത് അറിയാം നമുക്ക്? അണുശാലയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന സാധനം. സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ് അറിയാം? അറിയാം. എന്താ സാധനം? കുപ്പിച്ചില്ല് പൊടിക്കാനായിട്ട് ഇതിന്റെ മുമ്പിലുണ്ടാവുന്ന സാധനം, അതിന് മുമ്പിലുണ്ടാവുന്ന സാധനം. കുപ്പിച്ചില്ലിന്റെ മുമ്പിലുണ്ടാവുന്നത് കുപ്പിച്ചില്ല് പൊടിയല്ല, അതിന്റെ തൊട്ട് മുമ്പിലുള്ളതാണ് സോഡിയം സിലിക്കേറ്റ്. അല്ലേ? ആണോ ഇല്ലയോ? അടുത്തത് സോഡിയം മോണോ ഫ്ലൂറോഫോസ്ഫേറ്റ്. ഫ്ലൂറൈഡുകളെല്ലാം മസ്തിഷ്കത്തെ തകർക്കുമെന്ന്, മന്ദബുദ്ധി വരെ ഉണ്ടാക്കുമെന്ന് പഠിച്ച നമ്മൾ ഈ ഫ്ലൂറൈഡ് ഇട്ടാണ് തേക്കുന്നത്. ഫ്ലൂറൈഡുകളെല്ലാം എല്ല്, പല്ല്, മുടി, സ്കിന്നിനെ ദ്രവിപ്പിക്കും. ഏറ്റവും അപകടം, ബുദ്ധി കുറയ്ക്കും. ഇപ്പോഴും മാഗി ഇല്ല, മാഗിയുടെ പേര് വേറെയാണ്.
അന്നത്തെ ഉണ്ട് എന്റെ ഇരുന്നുകൊണ്ട് ഞാൻ എടുത്ത. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയോ? മൈദ. മൈദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മൈദ എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ അവസാനം വരുന്ന വേസ്റ്റ് അത് സായിപ്പ് തിന്നൂല. 1948 ഇവിടെ പശ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന അമേരിക്കൻ പശ